ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോല മസാല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇത് അങ്ങനെ അധികം സ്പൈസി ഒന്നുമല്ല. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് വെള്ളക്കടല. ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കേട്ടോ. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യമേ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇതൊരു കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഞാൻ 1 കപ്പ് വെള്ളമാട്ടോ ചേർത്തേക്കണത്. 250 ml 1 കപ്പാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇടണം. അതിനായിട്ട് ഒരു തുണി എടുക്കാം കേട്ടോ. നല്ല വൃത്തിയുള്ള തുണി എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചായപ്പൊടി. അത് നമുക്ക് ഈ കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ജാതിപത്രി, ഒരു കറുത്ത ഏലക്ക, 2 സാദാ ഏലക്ക. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ കൂട്ടിക്കെട്ടി വെക്കാം. ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് വേണം കേട്ടോ കെട്ടാനായിട്ട്. ഇത് കെട്ടഴിഞ്ഞു പോകരുത് കേട്ടോ. അരിയാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്ക കെട്ടുക. ഇനി ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബേ ലീഫ് അതും ഇടാം. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള ഒരുപാട് ബ്രൗൺ കളർ ആകരുത്, ഒരു സോഫ്റ്റ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ സവാള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ ആ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് അടച്ചു വെക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇത് ഇച്ചിരി സമയം ആയിട്ടുണ്ട് കേട്ടോ. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉടഞ്ഞാൽ മതി. ഒരുപാട് അങ്ങോട്ട് വെന്ത് പേസ്റ്റ് കണക്ക് ആകണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടി ഇടുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ റോ സ്മെല്ല് പോകുന്ന വരെ മൂപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മുളക് പൊടി അധികം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കറിക്ക് എരിവ് അധികം ഉണ്ടാകത്തില്ല, ചെറിയ എരിവേ ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലയാണ്. ഇപ്പോൾ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി. അതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി കേട്ടോ. രണ്ടിൻ്റെ ഫ്ലേവർ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ചാറ്റ് മസാല ചെറിയൊരു പുളി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല വേവിച്ച് വെച്ചിരിക്കുന്ന ചേർക്കാം. നമ്മുടെ കടല എന്തായി നോക്കാം. ഇതിൻ്റെ ഫുൾ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞെക്കുമ്പോൾ ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഈ കടലയുടെ കളർ കണ്ടോ,
ഒരു ആ വൈറ്റ് പോയിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചായപ്പൊടി ചേർത്തേക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്നേക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കിഴി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് മാറ്റാം. അതുപോലെ ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്. അന്നേരത്തേക്ക് ഈ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കടല നമ്മുടെ മറ്റേ സാധാരണ ചുമന്ന കടലയുടെ അത്രയും വേവില്ല കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി ഇത് നമുക്ക് ആ മസാലക്കൂട്ടിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആ കടല ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഗ്രേവി വേണം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് ഒന്ന് കുറുകി വരും. ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാട്ടോ കിടക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചതിന് ശേഷം ഇതൊരു മീഡിയം ഹീറ്റിലോട്ട് മാറ്റുക. ഇത് മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇനി കറി ഒന്ന് കുറുകി വരണം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചേർത്തേക്കുന്ന ആ മസാലയൊക്കെ ആ കടലയിൽ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായി നോക്കാം. കറി ഒരു തിക്കായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പൊക്കെ നോക്കട്ടെ. ഇനി ഉപ്പൊക്കെ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തോളൂ കേട്ടോ. അടിപൊളിയാട്ടോ കറി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അധികം മല്ലിയില വേണം. മല്ലിയില, പിന്നെ 2 പച്ചമുളക് ഇങ്ങനെ ചീന്തി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഇതുപോലെ ജൂലിയനായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. അത്രയും സാധനങ്ങൾ ഈ കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ജൂലിയനായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് കൂടുതലും ബട്ടൂര, പൂരി, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്